ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗോൾഡൻ സൈപ്രസ് അല്ലെങ്കിൽ ലെമൺ സൈപ്രസ് അല്ലെങ്കിൽ സാധാരണ സൈപ്രസ് എന്നറിയപ്പെടുന്നൊരു ചെടിയാണിത്. ഇത് നമുക്ക് ഗാർഡനൊക്കെ അലങ്കരിക്കുമ്പോൾ ഒരു നല്ല പച്ച കളറിൽ നന്നായിട്ട് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ചെടിയാണിത്. ഞാൻ ഇന്ന് രാവിലെ 2 എണ്ണം മേടിച്ചതാണ്. ഇത് ഏകദേശം വലിപ്പം എന്ന് പറയുമ്പോൾ എൻ്റെ ഏകദേശം ഇത്ര ഹൈറ്റ് ഉണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 350 രൂപയായി. ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി ഞാൻ കണ്ടായിരുന്നു കടയിൽ നിന്ന്. ഇച്ചിരി അടിയിൽ ഫംഗസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനും 2 എണ്ണത്തിനും അടിയിൽ നിന്ന് ഫംഗസ് വരുന്നുണ്ട്. അപ്പോൾ ഫംഗസ് വന്നിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കത്രികയ്ക്കോ അല്ലെങ്കിൽ കൈക്കോ അത് കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഈ സൈപ്രസ് ചെടികൾക്ക് വരുന്ന ഒരു രോഗമാണിത്, ഫംഗൽ രോഗമാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടിയിൽ മൊത്തമായി ഇത് ബാധിക്കും. പിന്നെ നമുക്കിതിനെ റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനെ നമ്മൾ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയൊക്കെയോ നമുക്ക് ഫംഗലിനടിക്കുന്ന പൗഡർ കിട്ടും. ചിലർ പറയുന്നത് തുരിശും വേറെ എന്തോ സാധനങ്ങൾ മിക്സ് ചെയ്ത് അടിക്കാമെന്നാണ്. നമുക്ക് ഏതെങ്കിലും അഗ്രികൾച്ചറിൻ്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും ഫംഗൽ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സിന്തേൻ്റെ M45 എന്ന കോണ്ടാക്റ്റ് ഫംഗിസൈഡിൻ്റെയാണ്. ഇത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആണ് അടിക്കേണ്ടത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം പൗഡർ ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇതിലാണ്. നമുക്ക് ഈ സ്പ്രേയുടെ മേളിലെ ടോപ്പ് ഭാഗം കിട്ടും. അതിന് 40 രൂപ, 25 രൂപ, 30 രൂപ, 40 രൂപ മുതൽ കിട്ടും. അതിലേക്ക് കലക്കിയിട്ടാണ് ഇതിൽ ഫുള്ളായിട്ട് സ്പ്രേ. ഞാനിപ്പോൾ ഈ ചെടി ഞാനിപ്പോൾ ഈ പോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫംഗിസൈഡ് പിടിക്കട്ടെ ഫ്രണ്ട്സ്. നമ്മൾ മേടിച്ച പുതിയ ചട്ടിയിലേക്ക് സൈപ്രസിനെ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചട്ടി മേടിച്ചത് 118 രൂപയാണ് ഈ ചട്ടിയുടെ വില. താഴെ വരുന്ന ഭാഗത്തിന് ഏകദേശം 15 രൂപ അടുത്ത് വില വന്നു. എന്നാലും ഞാൻ മേടിച്ചത് വിലക്കുറവാണ്. നമ്മൾ ഈ ഓട്ടോറിക്ഷയിലും ഈ പിക്കപ്പിലൊക്കെ വീടുകളിൽ കൊണ്ടുവരുന്ന ഈ ചെടികളൊക്കെ കൊണ്ടുവരുന്നവരിൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ചട്ടി മേടിക്കുകയാണെങ്കിൽ നല്ലൊരു വില അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ടൗണിലുള്ള ഒരു അഗ്രികൾച്ചറിൻ്റെ ഒരു കടയിൽ ചെന്ന് നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക. അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല വില വ്യത്യാസത്തിന് നമുക്ക് മേടിക്കാൻ കിട്ടും. കാരണം എൻ്റെ ഒരു അനുഭവം വെച്ചപ്പോഴാണ് ഞാൻ ആദ്യം ഞാൻ സൈപ്രസ് മേടിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വന്നൊരു വണ്ടിക്കാരൻ്റെ നിന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാനൊരു ഇത്രയും ചെറിയൊരു ചട്ടി മേടിച്ചതിന് അദ്ദേഹം മേടിക്കിയത് 60 രൂപയാണ്. ഈ കഴിഞ്ഞ മാസം ഞാൻ മേടിച്ച ഇത് 10 ഇഞ്ചാണ് 12 ഇഞ്ചിൻ്റെ ചട്ടിയാണ്. ആ ചട്ടിക്ക് 40 രൂപ അങ്ങാണ്ടുള്ളൂ ഈ ചട്ടിയുടെ വില. ഇതും അടക്കം അങ്ങാണ്ട് 40-30 രൂപ സെറ്റായിട്ട് അടക്കം വരുന്നത്. ഇതും സൈപ്രസാണ്. എൻ്റെ കയ്യിൽ വേറെയും സൈപ്രസുണ്ട്, സെയിം ടൈപ്പ് സൈപ്രസ് തന്നെയാണ്. ഇത് മാത്രം ഇച്ചിരി വേറെ ഇനത്തിലുള്ള സൈപ്രസാണ്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതിനിച്ചിരി വേര് പിടിച്ചിട്ടില്ല. എന്നാലും ഇപ്പം എൻ്റെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒടിച്ചുകൊണ്ട് വന്നതാണത്. ഒരു 45 ദിവസം 50 ദിവസമായി ആളതിനെ തളർന്നിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. ഇത് ഞാൻ ആദ്യം മേടിച്ച ഒരു 4 സൈപ്രസ് ചെടി ഉണ്ടായിരുന്നു. ആ 4 സൈപ്രസ് ചെടി ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് വെള്ളം ഒഴിക്കാനായിട്ടാണോ എനിക്ക് ഫംഗലിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യമകാലത്തൊന്നും അറിയില്ലായിരുന്നത്. ഈ ചെടി ആകെ കരിഞ്ഞു പോയി, ഫംഗൽ പിടിച്ച്. ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വലിയ ചെടി അതിന് ഏകദേശം താഴെ നിന്ന് ഏകദേശം പേര് ചട്ടിയിൽ വെച്ചാൽ ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു. എന്നിട്ടത് ഫംഗസ് പിടിച്ച് കരിഞ്ഞു പോയപ്പോൾ അതിലുണ്ടായിരുന്നൊരു പച്ചപ്പുണ്ടായിരുന്നൊരു ഭാഗങ്ങൾ ഒരു 12 പീസ് എടുത്ത പോലെ കുത്തിയായിരുന്നു. അങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഒരു 3 എണ്ണം മാത്രമാണ് അതിൻ്റെ വേര് പിടിച്ചുള്ളൂ. ആ 3 എണ്ണമാണിത്. നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ഡാർക്ക് ഗ്രീനിൽ നിന്ന് ലൈറ്റ് ഗ്രീനൊക്കെ വന്നേക്കണ പുതിയ ലീഫാണ്, കണ്ടോ. അങ്ങനെ ഈ 3 എണ്ണം അതിൽ പിടിച്ച് കിട്ടി. കൂടാതെ ഇത് ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചതാണ്. അത് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 40 രൂപ ചെടിക്ക് വന്നത്. പിന്നെ പോട്ടി മിക്സും ഇതൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചതിനാണ്. അങ്ങനെ അത്
4 ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മേടിച്ചത് നല്ല മനോഹരമായിട്ടുണ്ടല്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, സൈപ്രസിനോട് ഭയങ്കര താല്പര്യമുള്ളൊരു ചെടിയാണ് എനിക്ക്. ചെടികളിൽ ഇവിടെ വേറെ എന്തെങ്കിലും റോസയുണ്ട്, ബോൺസായി, 4 ബോൺസായി ഉണ്ട്. ഇത് ബോൺസായി കട്ട് ചെയ്ത് നിർത്താറായിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഈ സീസണിൽ അടുത്ത സീസൺ വരാറായിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ നമ്മളിത് ലീഫൊക്കെ കുറച്ച് കട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. ബോൺസായി വെയിൽ കഴിഞ്ഞിട്ട് കളന്നേക്കുന്നതാണ്. എത്ര ചെടികളാണ് നമ്മുടെ ഉള്ളൂ. അതിന് സമയം കിട്ടാറില്ല അങ്ങനെ കാര്യങ്ങൾ. ഇതിനെ കെയർ ചെയ്യാനും ഇതിനൊക്കെ ശരിക്കും കെയർ ചെയ്യേണ്ട ബോൺസായാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, എനിക്ക് സൈപ്രസിനോട് എനിക്ക് ഭയങ്കര വളരെയധികം ഒരു താല്പര്യമുള്ളൊരു ചെടിയാണ് സൈപ്രസ്. ഭയങ്കര ചെടിക്ക് ചെറുക്കൻ കൊച്ചു പറയാണ് ചെടിക്ക് മരുന്നടിക്കാൻ. നല്ല രസമല്ലേ അത്? ശരിക്കും നല്ല ഭയങ്കര രസമാണത് കാണാൻ. എന്തോ ഈ പച്ചപ്പും എനിക്കിങ്ങനെ കാണുമ്പോൾ നല്ല ഭയങ്കര ഒരു താല്പര്യമുള്ള ചെടിയാണ് ഇത്. ഈ ക്രിസ്മസൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിമാൻഡുള്ളൊരു ചെടിയാണ് സൈപ്രസ്. അന്നേരമൊക്കെ ഈ ഒരു ഇത്രയും പൊക്കമുള്ളൊരു ചെടിക്ക് നമ്മൾ എങ്ങനെയായാലും ഒരു 10-800 രൂപ 700 രൂപ 800 രൂപ ഇങ്ങനെ കൊടുക്കാണ്ട് ഇത്രയുള്ളൊരു സൈപ്രസ്, എങ്ങനെ പോയാലും ഒരു 1000 രൂപ കൊടുക്കാണ്ട് ഇത്രയുള്ളൊരു സൈപ്രസ് നിങ്ങൾക്ക് ക്രിസ്മസ് സമയത്ത് കിട്ടില്ല. കാരണം നിങ്ങളുടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഒരു പുൽക്കൂടൊക്കെ വെച്ച് അലങ്കരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മളേതായാലും ക്രിസ്മസ് ആ സമയമാകുമ്പോൾ നമ്മളിതൊന്ന് അലങ്കരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ഇത് സെറ്റ് ചെയ്തതിന് ഈ സൈപ്രസ് മേടിച്ച് സെറ്റ് ചെയ്തതിന് 350 രൂപ ചെടിക്ക്, ചട്ടിക്ക് 120 കൂട്ടിക്കുക, 120, 135, അപ്പോൾ 150, 300, 350, 400, 500. എനിക്കിത് മൊത്തം സെറ്റ് ചെയ്തതിന് ഏകദേശം ഒരു 700, 750, 700-800 ഇടയ്ക്ക് ഈ ഒരു ഒറ്റ സൈപ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1400 രൂപയുടെ ഒരു ഇതാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് മരുന്ന് സെറ്റ് ചെയ്തിട്ട് മരുന്നടിക്കണം. മരുന്നടിച്ചിട്ട് വേണം ആദ്യം ചൂട്ടിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മരുന്ന് ഫുള്ള് സ്പ്രേ ചെയ്യണം. സ്പ്രേ എന്ന് പറയുമ്പോൾ ഇത് ഉള്ളിലേക്കൊക്കെ കറക്റ്റ്, ഇതിൻ്റെ ഉള്ളിലേക്ക് തിക്കായിട്ടിരിക്കണതിൻ്റെയൊക്കെ ഇടയിലേക്ക് ശരിക്കും മരുന്ന് കയറ്റി ഒഴിക്കണം. മകനാണ്, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട ഫംഗസ്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഈ ചെടിക്ക് ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ഫംഗസ് ഞാനിന്ന് കണ്ടല്ലോ വന്നപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഇത് ലോഡ് കയറ്റി വന്നപ്പോൾ ഡാമേജ് ആയി പോയതാണെന്ന് അവർ പറഞ്ഞത്. അവരത് വിറ്റ് പോകാനാണോ? ഞാൻ 2-3 കടയിൽ കയറി രാവിലെ സൈപ്രസ് മേടിക്കാൻ വേണ്ടി തന്നെ. ഇപ്പോൾ ആദ്യത്തെ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കട ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സൈപ്രസ് കരിഞ്ഞു പോയി. അവരുടെ അടുത്ത് 5-6 സൈപ്രസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു മൂലയ്ക്ക് ഇരുന്നത്. അവർ ശ്രദ്ധിക്കാത്ത കാരണം അതങ്ങോട്ട് കരിഞ്ഞു പോയത്. അവരതിന് 250 രൂപ വില പറഞ്ഞു. പക്ഷെ അത് അന്നേരം ഒരു ഇത്രയും പൊക്കമുള്ളൂ അതിന്. പക്ഷെ നമുക്ക് കിട്ടിയത് ലാഭത്തിനാണ്. എനിക്കറിയത്തില്ല 350 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ വണ്ടിക്കാരുടെ നിന്ന് ഇത്ര ഉള്ളത് മേടിച്ചത് 250 രൂപയ്ക്കാണ് കേട്ടോ. വളരെ നഷ്ടത്തിനാണ് ഞാൻ മേടിച്ചത്. പിന്നെ ആ 4 എണ്ണം മേടിച്ചാൽ 3 എണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഇതെങ്ങനെ പിടിച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ചെയ്തുണ്ടോ, ഇവിടുന്ന് ഇത് പുതിയൊരു ചെടി നടണമെങ്കിൽ ഇവിടുന്ന് ഇതങ്ങ് ഒടിക്കുക. ഈ ഒരു ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ അടിയിൽ 90 ഡിഗ്രിയിൽ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വേറെ പോട്ടി മിക്സിലേക്ക് പ്ലാന്റ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിന് പെട്ടെന്ന് വേര് പിടിക്കാനും ഹൈലി ബ്രീത്തബിളാണിത്. നമ്മൾ തിക്കായിട്ടുള്ള നമ്മുടെ വീട്ടിൽ മണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെ ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. റൂട്ട് പിടിക്കാനും ഇതാകുമ്പോൾ ഹൈലി ബ്രീത്തബിളാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നൊരു റൂട്ട് ഹോർമോൺ ഉണ്ട്. അത് മേളിലാണ് ഇരിക്കുന്നത്. 45 ഡിഗ്രിയിൽ ആംഗിൾ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ആംഗിൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് റൂട്ട് ഹോർമോണിൻ്റെ അപ്ലൈ ചെയ്യും. റൂട്ട് ഹോർമോൺ മേടിക്കാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ അലോവേര ആണെങ്കിൽ അലോവേരയുടെ ജെല്ല്, അലോവേര വീട്ടിലുണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലിൽ മുക്കിയിട്ട് കുത്തിയാലും പ്ലാന്റ് പിടിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിലേക്ക് നമുക്ക് മെയിൻ കോഴ്സായിട്ടുള്ള ഇതിൻ്റെ ഫംഗസൈഡ് അടിച്ചു കൊടുക്കാം. കാരണം ഇത് ഫംഗസ് പിടിക്കാൻ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫംഗസ് പിടിച്ച് ചെടി നശിച്ചു കരിഞ്ഞു പോകും. ഇതേ കണ്ടോ, ഇതുപോലെ തന്നെ കരിഞ്ഞു പോകും. കണ്ടോ ഈ പച്ചപ്പും കരിച്ചിലും കണ്ടേ, എത്ര സങ്കടമാണെന്ന് പറയുന്നത് ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ. എൻ്റെ ഒരുപാടുണ്ട്. ഞാൻ വേറെ ഇങ്ങനെ കുറേയൊക്കെ മരുന്നടിക്കാൻ ഉണ്ടല്ലോ.
വേറെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞാൽ നട്ട് നോക്കിയായിരുന്നു, പക്ഷേ കണ്ടോ പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിലേക്ക് മരുന്നടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് ഫംഗിസൈഡിൻ്റെ ഏകദേശം ഒരു 5 ഗ്രാം 4 ഗ്രാം എടുത്തിട്ട് പൗഡർ എടുത്തേക്കിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെള്ളമില്ല, ഇതിൻ്റെ കളർ കാര്യം ഇത് 750 ml കുപ്പിയാണ്. അപ്പോൾ ഞാൻ 3-4 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ടോപ്പ് ഇടണം. അപ്പോൾ നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്തെടുത്ത് ടോപ്പ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ശരിക്കും ഷെയ്ക്കിന് ശേഷം നമുക്ക് സ്പ്രേ അടിക്കാം. കറക്റ്റ് മുകളിൽ നിന്ന് കിട്ടാവുന്ന രീതിയിൽ. മാറി കൊച്ചി മാറ്. അത് വിഷം പാവു വരും. ശരിക്കും ഉള്ളിലേക്കൊക്കെ ചെല്ലട്ടെ. ഫംഗസിനെ എതിർക്കുക. പറ്റുമെങ്കിൽ ഒരു മാസ്ക് ഒക്കെ കിട്ടുന്ന ശേഷം സ്പ്രേ ചെയ്യുക, എന്തെങ്കിലും അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ. കാര്യം ഇപ്പോൾ ഈ ലോകത്ത് കിട്ടുന്ന എല്ലാത്തിലും വിഷാംശമാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി ആയാലും. അടിയിലാണ് ശരിക്കും ഇത് വന്നേക്കണ ഭാഗത്തൊക്കെ നന്നായിട്ട് കൈ വേദന എടുക്കണം. നീ എന്തിനാ വന്ന് മരുന്ന് അടിച്ചോണ്ടിരിക്കുക? മാറിക്കേ, മാറില്ലേ. കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ലീഫ് ഉണ്ടായിരുന്നതാണ് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഫംഗലായിട്ടുള്ള ലീഫുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ, കാരണം അതിന് സ്പ്രെഡ് ആവാതിരിക്കാൻ. കാരണം അങ്ങനെ ഫംഗലുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം വേണം മാറ്റണം. കാരണം നമ്മൾ കട്ട് ചെയ്യാണ്ട് നമ്മൾ ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലോ ചെടിക്ക് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിലോ ചിലപ്പോൾ പിടിച്ച് കിട്ടുമല്ലോ. അടിയിലേക്ക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ലീഫ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഫംഗൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി പോയി. ഓക്കെ, ഇതിന് നമ്മൾ അടിച്ചു വരുന്നുണ്ട് ഏകദേശം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെടിയുണ്ടോ, റോസയുണ്ടോ, ബോൺസായി ഉണ്ടോ, 10 മണിപ്പൂ ഉണ്ടോ, കൊങ്ങണിയുണ്ടോ, ആന്തൂറിയോ, അങ്ങനെ എന്തൊക്കെ ചെടികളുണ്ടോ അതിനെല്ലാത്തിനും ഒരുമിച്ച് വേണം അടിച്ചു കൊടുക്കാൻ. കാരണം ഇതിന് മാത്രമായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മാത്രം പോകും, ബാക്കി എല്ലാത്തിലും ഇതിൽ നിന്നുള്ളതൊക്കെ പോയി ബാക്കിയെല്ലാ ചെടികൾ കയറിയിരിക്കും. അങ്ങനെ ആ ചെടികൾ ചത്തു പോകും, കരിഞ്ഞു പോകും. മോസിൽ നമ്മുടെ ബാക്കിയെല്ലാ ചെടികളും കൂടെ ഫംഗസിൻ്റെ അടിച്ച് വേണം. മുളക് കേട്ടോ, വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മുളകാണ്, ഉണ്ടമുളകാണ്. മാർക്കേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ സൈപ്രസ് മേടിച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിയുമ്പോൾ നമ്മൾ
സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലാണ് വെച്ചിരിക്കുന്നത് സൈപ്രസ്. ക്യാമറ കാണുമ്പോൾ ഇച്ചിരി തിക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല തിക്കുണ്ട്, നല്ലൊരു തിക്നെസ് തോന്നിക്കും. നിങ്ങൾക്കിനി വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.